അതാരാ പറഞ്ഞു? അത് തെറ്റിദ്ധാരണയാണ്. വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന മൂർത്തി, വിഷ്ണുമായ എന്ന് പറയുന്ന നാമകരണം എവിടെയാണ് ഉണ്ടായത്? തൃശ്ശൂരല്ലേ? ഈ പറയുന്ന വെച്ചാരണ പഞ്ചുരുളി എന്ന് പറയുന്ന സാധനം, പഞ്ചമൂർത്തികൾ കൂടുന്നത് വിഷ്ണുമായ മട്ടമ്പല ദേവസ്ഥാനം പഞ്ചുരുളിയിലേക്ക് മാറിയാണ്. അതായത് കുടുംബക്കാവാണത്, കാവന്തരീക്ഷാണ്. അവിടെ വലിയ ആഡംബരങ്ങളൊന്നുമില്ല, ഒരു കൊച്ചു സ്ഥലമാണ്. നിങ്ങൾ പോകുന്ന പോലെ പെരുങ്ങോട്ടുമന, പല ആൾക്കാരും പോകാറുണ്ട്, പെരുങ്ങോട്ടുമന, കാളിയാർ, അതേപോലെയുള്ള വലിയ ആന അമ്പാടികളൊന്നുമില്ല. ഈ ശബരിമല ഇരിക്കുന്ന ചാത്തനായിട്ടിരിക്കുന്ന ചാത്തന വളച്ചൊടിച്ച് അത് ശാസ്താവാക്കി മാറ്റി അയ്യപ്പനാക്കി അവിടെ എൻ്റെ മാത്രമൊന്നും ആക്കി പന്തളം രാജകൂട്ടാൻ ഇപ്പം എന്തുണ്ട്? ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ല, അവിടെ ഇരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിലിരിക്കുന്ന ബ്രാഹ്മണന്മാരുൾപ്പെടെ അതിൻ്റെ തന്ത്രസ്ഥാനം കൈകാര്യം ചെയ്തിട്ട് അടിച്ചു നോക്കുന്ന ആൾക്കാർ വരെ അത് കട്ടുമുട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ശരിയല്ലേ? ചൈതന്യം നമുക്ക് കാണാൻ പറ്റുന്നതൊന്നുമല്ല, അനുഭവിച്ചറിയുന്നതാണ്. ഒരു നല്ലൊരു പാചകക്കാരൻ പാചകത്തിൽ പാചകം ചെയ്യുന്ന ആ വസ്തു ഏതുമായാലും ആ വെച്ച് കഴിഞ്ഞാൽ ദൂരത്ത് നിൽക്കണമെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ ടേസ്റ്റിൻ്റെ ഗുണം, മണവും ഗുണവും ഒക്കെ അറിയാൻ പറ്റും. ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അഥീന. ഇന്ന് നമ്മുടെ അതിഥി സുജിത്താശാനാണ്. സുജിത്താശാനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സുജിത്താശാനെ നമ്മുടെ ഷോയിലോട്ട് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇപ്പോഴുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിലെ ആൾക്കാർ പൊതുവെ ഏതൊരു കാര്യത്തെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ, തെളിവുകളുണ്ടോ ഏതൊരു കാര്യത്തിനായാലും ഇങ്ങനെ ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അതിനെന്താണ് തെളിവ്? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം പലതവണ ആവർത്തിച്ച് നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിലായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലായാലും കേട്ട ഒരു ചോദ്യം തന്നെയാണ്, ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടോ? എനർജി എന്ന് പറയുന്നതാണ് ദൈവം. അതാണ് ആദ്യമേ പഠിക്കേണ്ടത്. അതായത് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് വരുന്ന എനർജി. നിങ്ങൾ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിനെ ആരെങ്കിലും കാണാറുണ്ടോ? ഇല്ല. പ്രേതത്തിനെ കാണാറുണ്ടോ? ഇല്ല. പക്ഷെ ബാധിച്ചവരെ കാണാറില്ലേ? കണ്ടിട്ടില്ല. ഞാൻ തെളിയിച്ചു തരണം. ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്. കാരണം നമുക്ക് നേരിട്ട് ഒരു കാര്യത്തെ കണ്ടാലല്ലേ നമുക്കത് ബോധ്യപ്പെടും. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതേപോലെ, ദൈവത്തിനെ നമ്മൾ മാറ്റി നിർത്തിയാല് ദൈവം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ വിശ്വാസമാണ്. ഇപ്പൊ എനിക്ക് ആ ഒരു വിശ്വാസം കൊണ്ട് നല്ലത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അമിത വിശ്വാസമല്ല, അന്ധവിശ്വാസമല്ല, ഞാൻ എന്ന വ്യക്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അതെനിക്കൊരു ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ആ ഒരു രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. വെച്ച് കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ മൊബൈലിൽ കൂടെ കണ്ട കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഒരു ഇത് പറയുമല്ല, ഇപ്പോഴത്തെ പുതിയ AI എന്ന് പറയുന്ന പോലെ ഒരാളുടെ തല കിട്ടിയാൽ ബാക്കിയെല്ലാം ചേർക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ അതല്ല അതിനകത്തുള്ള ശരിക്കും. പഴയ ആചാരപരമായിട്ടുള്ളതും വിശ്വാസങ്ങളും, അതായത് വിശ്വാസങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച് ഇവിടം വരെ എത്തിയ ഒരു കാലഘട്ടം നിങ്ങൾക്കൊരു നാഥനുണ്ടാവും. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ പോലെ ഒരു നാഥൻ. ഈ നാഥൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ നിങ്ങളൊരു ദ്വീപിൽ കൊണ്ടുവന്ന് പ്രസവിച്ച് ഒരു കുട്ടീനെ ഒരു ദ്വീപിലിട്ട് അവിടെ അതിനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും കിട്ടി അവിടുത്തെ ഒരു രീതിയിൽ വളർന്ന നിങ്ങൾക്ക് ഏത് ഭാഷ, വിശ്വാസം, ഇതൊന്നും ഉണ്ടാകത്തില്ല. ഉണ്ടാവോ? ഇല്ല. അതിനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടേതായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു ആചാരങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളാണ്. ഈ ആചാരങ്ങളിൽ ആ ഉപാസകന്മാരുടെ, അതായത് ഒരിക്കലും ഒരു ആൾ ദൈവം എന്ന് പറയുന്നതില്ല. അത് ആദ്യമേ പഠിച്ചോളണം. ദൈവം ഒരിക്കലും മനുഷ്യനാകാറില്ല. ഇപ്പോൾ എല്ലാവരും പറയും, ചില ആൾക്കാർ പറയാറില്ല, ഞാൻ 2 കഴിക്കുന്ന ആളാണ്,
അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ വണ്ടി കൊണ്ടുവന്ന് ആക്കി തരും. ഒരിക്കലും അത് തെറ്റായ ഒരു ധാരണയാണ്. അത് ശരിക്കും മോട്ടറാണ്. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്, നമ്മളെ കൊണ്ടൊന്ന് ആക്കുക എന്നുള്ളത്. നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യണത്, വേറെ ആരും ഡ്രൈവ് ചെയ്യാനില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടില്ല. എൻ്റെ വണ്ടി എന്നെ എങ്ങും വീഴ്ത്തിയാൽ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കാർ പോർച്ചിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തും. നമ്മുടെ റൂട്ട് അതിനകത്ത് തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്ന വാട്ടിൽ നിന്ന് ഇന്ന വാട്ടിലേക്ക് എത്തും. ശരിയല്ലേ? ആണോ? അതേ കൈൻഡ് ഓഫ് വിശ്വാസമല്ലേ? അത് വിശ്വാസമല്ലേ? അതെ. ആണോ? അങ്ങനെയല്ലേ ദൈവവിശ്വാസം ഉണ്ടാണ്. അന്നേരം ആ വിശ്വാസം എവിടെയാണ് വരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു എനർജി കിട്ടുന്നതാണ്. നമ്മൾ ഒരു വൈകുന്നേര സമയത്ത് ഒരു 6:30 മണി അല്ലെങ്കിൽ 7 മണിക്ക് പ്രാർത്ഥിക്കുന്ന ഒരാൾ, ആ ആള് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, അവൻ്റെ വിഷയങ്ങൾ പറയുന്നു, അവൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയാനും നമുക്ക് അവിടുന്ന് ഒരു എനർജി കിട്ടുവാനുമുള്ള സ്ഥലമാണ് ഒരു ആരാധനാലയം എന്ന് പറയുന്ന സ്ഥലം. അതിന് ഭയപ്പെടുകയും ചെയ്യാറുണ്ട്. അതായത് അതിനൊരു ഭയം ഉണ്ടാവും, നമ്മൾ തെറ്റ് ചെയ്യരുത്, നല്ലതിലേക്ക് വരണം എന്നുള്ളൊരു മനസ്സ് വെച്ചിട്ടാണ് ചെല്ലുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു തെറ്റ് പറ്റി, അതിൽ നിന്ന് നമ്മളൊന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഇതിലാണ് അവിടെ വരുന്നത്. നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭൂമിപരമായിട്ടുള്ള മുറിവുകൾക്ക് എല്ലാത്തിനും നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചാലേ പറ്റുള്ളൂ. അതെന്താന്ന് വെച്ചാൽ, നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് നെഗറ്റീവ് തന്നെ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ വിവാഹം ചെയ്ത് അവൾ ഗർഭിണിയായി 2 ദിവസം കഴിയുമ്പോൾ പറയും, വീട്ടുകാർ പറയും, നിനക്കിപ്പോൾ കുട്ടീനെ നോക്കാനൊന്നും സമയമില്ലല്ലോ, അതിനങ്ങോട്ട് കളഞ്ഞേരി. 3 മാസം ഒക്കെ ആയി ആ കുട്ടി വയറ്റിൽ പുറത്തുനിന്നുള്ള വെട്ടവും വെളിച്ചവും സൗണ്ടും ഒക്കെ കേൾക്കാൻ തുടങ്ങുന്ന കുട്ടീനെ വയറ്റിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി കളയും. അതിൻ്റെ ദേഹം മാത്രമേ പോകുന്നുള്ളൂ, അതിനൊരു ആത്മാവെന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് കഴിഞ്ഞ് കുഴപ്പമില്ലാതെ പോയി. പിന്നെ അടുത്തൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി കൂടെയായി. ആ കുട്ടിക്ക് ഒരു 13 വയസ്സ് കഴിയുമ്പോൾ, 12-13 വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ഇരുന്ന് പഠിക്കണില്ല, മൂലക്ക് പോയിരിക്കുന്നു, ഉറക്കമില്ല, പിച്ചുമ്പയും പറയുന്നു. നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലും. അതായത് പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലും. ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമ്പോൾ പറയുക, ഉറങ്ങാനുള്ള ഗുളിക കൊടുക്കും. അത് ഹൈപ്പർ ടെൻഷനാണ്, അത് ഗുളിക കൊടുത്ത് മാറ്റുക. ആ ഗുളിക കൊടുത്ത് അതിന് ഉറങ്ങാനുള്ള ഗുളിക വെച്ചാൽ അതൊരു മന്ദബുദ്ധിയിലേക്ക് പോകും കുട്ടി. പക്ഷെ ഒരു സൈക്കാട്രിസ്റ്റ് ചെയ്യുന്നത് ആ ബോധതലത്തിലുള്ള ഓർമ്മകൾ ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുക? ഓർമ്മകൾ ഇല്ലാതാക്കാനാണ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ട് നമ്മുടെ അടുക്ക് ഒത്തിരി പേര് വന്നിട്ട് ഞാൻ മെഡിസിൻ നിർത്തിയ കേസുമുണ്ട്. ഞാൻ ഡോക്ടർ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിരിക്കുന്ന ഉപാസനയാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരാളുടെ ഞാടിഞരമ്പുകളും അവരുടെ ജീവിതശൈലികളും അവർക്കുണ്ടാകുന്ന ഭൂമിയിലുണ്ടാകുന്ന ദോഷങ്ങളും ആ ദോഷത്തിനുള്ള പരിഹാരങ്ങളും ആണ് പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം സുഖപ്പെടുത്തിയ അതുകൊണ്ടല്ലേ ഞാൻ എങ്ങും പരസ്യം കൊടുത്തിട്ടില്ല. എൻ്റെ വിഷ്ണുമായ മഠം, വിഷ്ണുമായ മട്ടുമ്മൽ ദേവസ്ഥാനം എന്ന് പറയുന്ന മഠം, ചേർത്തലയിൽ ഉള്ള വിഷ്ണുമായ മഠം എന്ന് പറയുന്ന മഠത്തിൽ നിങ്ങളാരും വന്ന് നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വന്നം എന്നും പറഞ്ഞ് ഞാനൊരു പരസ്യം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പരസ്യം കൊടുക്കാത്തത്? അവനവനിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതായത് ഒരാൾക്ക് സ്വയമേ അവിടെ വന്ന് അറിഞ്ഞ്, സ്വയമേ തേടി അറിഞ്ഞ് വന്ന് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായാൽ അവൻ 1 നിന്നും 3 പേരിലേക്ക് കൊടുക്കുവാൻ. അതായത് ഫൗണ്ടേഷൻ, വിഷ്ണുമായ മഠത്തിൻ്റെ, മട്ടുമ്മൽ ദേവസ്ഥാനത്തിൻ്റെ ഫൗണ്ടേഷൻ ശരിക്കും കാര്യസാധ്യം മൂലം ഉണ്ടാകുന്ന ആ ഒരു സ്ഥലമാണ്. അതുവഴിയുള്ള അറിവാണ് ലോകം മുഴുവൻ എത്തുന്നത്. അതായത് എല്ലാവരും മോട്ടിവേഷൻ ചെയ്ത് പരസ്യം ചെയ്ത് ആളെ കൂട്ടി അതൊക്കെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് സമ്മതിക്കുന്നുണ്ടല്ലേ? ഈ ഒരു 1-2 വർഷക്കാലല്ലേ ആയുള്ളൂ ഈ വിഷ്ണുമായ സ്വാമിയെ ഇത്രയും ആരാ പറഞ്ഞു? അത് തെറ്റിദ്ധാരണയാണ്. വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന മൂർത്തി, വിഷ്ണുമായ എന്ന് പറയുന്ന നാമകരണം എവിടെയാണ് ഉണ്ടായത്? തൃശ്ശൂരല്ലേ?
അല്ല ഈ പരസ്യം കേൾക്കാൻ തുടങ്ങിയിട്ടിരുന്ന ഞാൻ പറഞ്ഞേക്ക് ഈ പറയുന്ന വെച്ചാരണ പഞ്ചുരുളി എന്ന് പറയുന്ന സാധനം 5 മൂർത്തികൾ കൂടുന്നത് വിഷ്ണുമായ മട്ടമ്മ ദേവസ്ഥാനം പഞ്ചുരുളിയിലേക്ക് മാറിയാണ്. അതായത് കുടുംബ കാവാണത്, കാവന്തരീക്ഷാണ്. അവിടെ വലിയ ആഡംബരങ്ങളൊന്നുമില്ല, ഒരു കൊച്ചു സ്ഥലമാണ്. നിങ്ങൾ പോകുന്ന പോലെ പെരുങ്ങോട്ടുമന, പല ആൾക്കാരും പോകാറുണ്ട് പെരുങ്ങോട്ടുമന, കാളിയാർ, അതേപോലെയുള്ള വലിയ ആന അമ്പാടികളൊന്നുമില്ല അവിടെ. അപ്പൊ ആരൂഢം എന്ന് പറയുന്നത് ആവണങ്ങാട്ടല്ലേ? ആ, അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ആഡംബരപരമായിട്ട് പരസ്യം ചെയ്ത് അവരാളെ കൂട്ടി, അതായത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് പരസ്യം ചെയ്ത് അവർ ധനമുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒന്നും ശക്തിയില്ല, ബന്ധിച്ചിട്ടിരിക്കുന്ന മൂർത്തികളാണ്. ഓക്കെ. അതായത് ബന്ധിക്കുക എന്ന് പറയുന്നത്, നിന്നെ കെട്ടിയിട്ടിട്ട് നിന്റെ മുമ്പിൽ വെച്ച് നിന്നെ കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് മൂർത്തികളെ ബന്ധിക്കുക എന്നുള്ളത്. ക്ഷേത്രങ്ങളെല്ലാം ബന്ധനത്തിലുള്ളതാണ്. അപ്പൊ അവിടെ കാര്യസാധ്യം നടക്കോ? പള്ളി ബന്ധിക്കാത്തതാ. അല്ല, എന്റെ ചോദ്യം ഇതാണ്, കാര്യസാധ്യം ഇപ്പൊ ബന്ധിച്ച ഒരു മൂർത്തിനെ നമ്മൾ ആരാധിക്കുമ്പോ കാര്യം സാധിക്കല്ല, കാര്യം സാധിക്കും. അതെങ്ങനെയാണ്? ഇപ്പൊ അവിടുത്തെ മഠാധിപതി അല്ലെങ്കിൽ മഠാധിപ സ്ഥാനത്തിരിക്കുന്നതാണ്, അതിനെ അവിടുത്തെ ഒരു അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആളാണ്. ഇപ്പൊ അതിനെ വന്ന് കാണാൻ പോലെയാണ്, എനിക്കൊരു കാര്യം സാധിക്കാറുണ്ട്, അതിനെ പറയുന്നത് 2 ലക്ഷം രൂപ വേണം. ശരിക്കും അവിടെ ഒരു 5000 രൂപയുടെ കേസേ ഉള്ളൂ. 5000 രൂപയുടെ ആവശ്യം എന്താ അവിടെ? 5000 രൂപയുടെ വെച്ചാൽ എണ്ണയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ വരുന്ന ചെലവ് അതിന് 5000 വേണോ? അതായത് ഒരു നേരത്തെ ഇപ്പോഴത്തെ നെയ്യുടെ വില അറിയോ? മിൽമയുടെ നെയ്യുടെ വില അറിയോ? 1 കിലോ ബന്ദിപ്പൂവിന്റെ വില അറിയോ? ഇല്ല. 1 കിലോ പഞ്ചസാരയുടെ വില അറിയോ? ഇതൊന്നും ചോദ്യമല്ല, ഇത് ചോദ്യമാണിത്. ഇതാണ് ചോദ്യം. അറിയില്ല. ഇന്നത്തെ ഏറ്റവും മാർക്കറ്റിൽ കിട്ടുന്ന നമ്പർ 1 ജയ അരിയുടെ വില എന്താണ്? അറിയില്ല. ഒരു കുടുംബനാഥ എന്ന് പറയുമ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ചോദ്യത്തിൽ തമാശ ഉണ്ടാവും, കാര്യം ഉണ്ടാവും. അന്നേരം അതിനകത്ത് വരുന്നതായിട്ടുള്ള, അതായത് നമ്മുടെ മൂർത്തിഭാവപരമായിട്ടുള്ള അവിടത്തേക്കുള്ള ഒരു എണ്ണ, ഇപ്പം നല്ലെണ്ണയാണെങ്കിൽ, അതായത് നല്ലെണ്ണ എന്ന് പറയുന്ന എണ്ണയ്ക്ക് 240 രൂപ വരെ, 220 തൊട്ട് 240 രൂപ വരെ മാർക്കറ്റിൽ വരും. വിളക്കിലൊഴിക്കുന്നത്, അതായത് ഇടവിളക്കിലൊഴിക്കുന്നത് 1 ലിറ്റർ വേണം ഒരു ദിവസം. ഒരു 1/2 ലിറ്റർ നെയ്യ് വേണം. ഏകദേശം ഒരു 5 കിലോളം ഫ്രൂട്ട്സ് വേണം. ഫ്രൂട്ട്സ് നമുക്ക് ഭഗവാൻ കഴിക്കത്തില്ല, അവിടെ നമ്മൾ നേദ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ച് അതിൻ്റെ പവർ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ വലിച്ചെടുക്കും. പിന്നെ ആ ഫ്രൂട്ട്സ് എന്തെങ്കിലും നശിപ്പിച്ചു കളയോ? ഇല്ല, നമുക്ക് പുള്ളിയുടെ വാഹനപരമായിട്ടുള്ള പോത്തുണ്ട്, അതിന് പകുതി കൊടുക്കും, ബാക്കി വരുന്നവർക്കും കൂടെ കൊടുക്കും. അതായത് പുള്ളിക്ക് വരുന്നതിൻ്റെ പകുതി അവിടുത്തെ പുള്ളിയുടെ വാഹനപരമായിട്ടുള്ള പോത്തുണ്ട് അവിടെ. ഞങ്ങൾ മൃഗത്തിൻ്റെ ഇറച്ചിയൊന്നും കഴിക്കാറില്ല. അന്നേരം ഇങ്ങനെ പരമായിട്ടുള്ള മൂർത്തിഭാവം ഇരിക്കുന്ന ചൈതന്യപരം. ഇപ്പോൾ കോഴിബലി നടത്തണം, അവിടെ കോഴിബലിയില്ല. ഈ കോഴി ബലിയൊക്കെ നടത്തുന്നത് ഭീതിപ്പെടുത്തി മൂർത്തിനെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന മൂർത്തിനെ കൊണ്ട് കാര്യം സാധിക്കാനാണ്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ആ മൂർത്തിഭാവപരമായിട്ടുള്ള എനർജി നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു എനർജി തിരിച്ചു കിട്ടും. അതാണ് തത്വമസി എന്നൊക്കെ ശബരിമല എഴുതി വെച്ചിരിക്കുന്നത്. അത് ചാത്തന. പക്ഷെ ശാസ്താവും ചാത്തനും ഒന്നല്ല എന്നാണല്ലോ. ശാസ്താവ് എന്ന് പറയുന്നത് ഒരു ആഗമ ദൈവമാണല്ലോ. ശാസ്താവും ചാത്തനും അതെങ്ങനെ ഉണ്ടായത്? ചാത്തൻ എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ ദേവതയാണ്. ശാസ്താവ് എന്ന് പറയുന്നത് ഒരു ആഗമ ദൈവമാണ്. ചാത്തൻ എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ ദേവതയാണ്. റിച്വലിനനുസരിച്ച് ആ ഒരു ശക്തി അതെവിടെയായിരിക്കുന്നത്? അത് ഈ മലയരന്മാരുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ചാത്തൻ. പക്ഷെ ഞാൻ പറയാം ഇന്റർവ്യൂസിൽ ഞാൻ എനിക്കറിയാം, എന്റെ ഇന്റർവ്യൂ കംപ്ലീറ്റ് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അതിനകത്ത് കുഴപ്പമില്ല. ഈ പറയുന്ന പന്തളം കൊട്ടാരവും പന്തളം രാജവും ഇതും ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഈ പടയോട്ട കാലത്ത് ഉണ്ടായിരുന്നതും അവിടെ വന്നിരിക്കുന്ന ബാവൂർപള്ളി ഉൾപ്പെടെ ഏത് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള? അതിനുശേഷമാണല്ലോ. ആദ്യം ഇത് മലയരന്മാരുടെ, ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഗുരുവായൂരിരിക്കണ എന്നാ? ഗുരുവായൂരപ്പൻ മഹാവിഷ്ണുവിന്റെ ആണാ? മഹാവിഷ്ണുവിന്റെ അവതാരം. എല്ലാരും ശ്രീകൃഷ്ണനാണെന്നും പറഞ്ഞല്ലേ പോണോ?
ആണ് അതെ ആണല്ലോ ആണ്. ആണല്ലോ. പക്ഷെ ഞാൻ ചേട്ടനോട് ഞാൻ ചോദിക്കണേന് ഒരു ഒറ്റ കേസ്, ഈ പറയുന്ന മൂർത്തിഭാവങ്ങളെല്ലാം, അതായത് ഒരു കാളീപരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തില് അവിടെ പറയുന്നത് എണ്ണയും തിരിയും കൊടുത്താൽ മതി എന്നുള്ളതാണ്. അല്ല, നമുക്ക് ഈ ചാത്തനും ശാസ്താവും ക്ലിയർ ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് ഇതിലേക്ക് കൊണ്ടുവരാം, നിങ്ങൾക്ക് കൊണ്ടുവരാം, ഇതിലേക്ക് കൊണ്ടുവരാം. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതായത് ഒരെണ്ണത്തിൽ മാത്രം ഗവേഷണം ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് പറ്റുന്നതാണ്. അതായത് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ ചെയ്യണേന ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഗവേഷണം ചെയ്ത്, അങ്ങനെയല്ല. ഒരു മൂർത്തി, എത്ര മൂർത്തിയുണ്ടോ അത്രയും മൂർത്തിക്ക് അതിൻ്റെതായിട്ടുള്ള ഉപാസന എടുത്തിരിക്കണം. മനസ്സിലായ? ഈ ശബരിമല ഇരിക്കുന്ന ചാത്തനായിട്ടിരിക്കുന്ന ചാത്തന വളച്ചൊടിച്ച് അത് ശാസ്താവാക്കി മാറ്റി അയ്യപ്പനാക്കി അവിടെ എൻ്റെ മാത്രം ഒന്നാക്കി പന്തളം രാജകൂട്ടാൻ ഇപ്പൊ എന്തുണ്ട്? ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ല, അവിടെ ഇരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിലിരിക്കുന്ന ബ്രാഹ്മണന്മാരുൾപ്പെടെ അതിൻ്റെ തന്ത്രസ്ഥാനം കൈകാര്യം ചെയ്തിട്ട് അടിച്ചു നോക്കുന്ന ആൾക്കാർ വരെ അത് കട്ടുമുട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ശരിയല്ലേ? ഇപ്പൊ ശരിയാണോ അത് നടന്നത്? ഓരോ കട്ടളയും പോയി, എല്ലാം പോയി, അയ്യപ്പനും ഇത് ഇനി പഴയ രീതിയിലേക്ക് വരും. ഇത് എന്തുകൊണ്ടാണ് ട്രൈബൽസിന് ഞാൻ കൊടുക്കണമെന്ന് പറയണത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും പിടിക്കണമെന്ന് പറയണത്? അതിൻ്റെ കാര്യം എന്നാണെന്ന് അറിയാമോ? അതിൻ്റെ പൗത്രത തിരിച്ചു കൊണ്ടുപോകണം. അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ചൈതന്യമുണ്ട്. ചൈതന്യം നമുക്ക് കാണാൻ പറ്റുന്നതൊന്നുമല്ല, അനുഭവിച്ചറിയുന്നതാണ്. ഒരു നല്ലൊരു പാചകക്കാരൻ പാചകം ചെയ്യുന്ന ആ വസ്തു ഏതുമായാലും ആ വെച്ച് കഴിഞ്ഞാൽ ദൂരത്ത് നിൽക്കണമെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ ടേസ്റ്റിൻ്റെ ഗുണം, മണവും ഗുണവും ഒക്കെ അറിയാൻ പറ്റും. പാചകക്കാർ ഉപ്പ് നോക്കാറൊന്നുമില്ല. നോക്കാറുണ്ടോ? ഇല്ല. അതെന്താ നോക്കാത്തത്? അതെന്താ അത് പ്രാക്ടീസ് അല്ലത്, അവന്റെ കണക്കാണത്, അവന്റെ ഉപാസന, അവന്റെ പഠനമാണത്. അവനറിയാം, അതിന്റെ സ്മെല്ലിൽ അറിയാം അതിന്റെ ടേസ്റ്റ് എന്താണെന്നോ. എന്ന് പറഞ്ഞ പോലെ ഒരു മൂർത്തിഭാവത്തിന്റെ ശക്തി എന്താണെന്ന് ആ ഉപാസകന് അറിയാൻ പറ്റും. ഒരാളുടെ ശരീരത്തിൽ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതെന്താ? അന്നേരം എല്ലാവരും ചോദിക്കണം, ഒരിക്കലും ഒരു ആൾ ദൈവം എന്ന് പറയണത് അത് തെറ്റാണ്. ആൾ ദൈവം എന്ന് പറയുന്നത് ഇപ്പം അമൃതാനന്ദമായി പറഞ്ഞിട്ടുണ്ട്. ആൾ ദൈവം അവരെ വാഴ്ത്തപ്പെടുത്തുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. ഇപ്പൊ ചണ്ടാലസ്വാമി എന്നെ പാലക്കാട്ട പുള്ളിയുടെ പേര് ഞാൻ എന്താണ്, ചണ്ടാള ബാബ. പുള്ളി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയാനുള്ള. പക്ഷെ കുറെ ഈ മറ്റുള്ളവരെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നത്, ആളെ അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കുകയാണ് ചെയ്യുന്നത്. വേണം. പക്ഷെ ആ രീതിയാണ് പുള്ളി കാണിക്കുന്നത്. ആ രീതിയാണ് മാർക്കറ്റിംഗ് ആണല്ലോ. അത് ഇപ്പൊ മനസ്സിലായി, മാർക്കറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അതായത് മറ്റുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, അതാണ് വലത് കൈ കൊണ്ട് കൊടുക്കുന്ന കാര്യം ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത്. യേശുക്രിസ്തു പറയുന്നുണ്ട് ചെയ്യുന്ന കാര്യം. നമ്മൾ എന്താണ് ഇടത് കൈക്ക് എന്ന് എല്ലാവരും പറയും. ഇടത് കൈ നമുക്ക് ഏറ്റവും നമ്മളെ സംരക്ഷിക്കുന്നത് ഇടത് കൈയാണ്, അറിയോ? ബലം കുറഞ്ഞ വശം ഇടതുവാ. ഏറ്റവും കൂടുതൽ കാര്യപ്രാപ്തി ഇരിക്കുന്നത് ഇടത് കൈയാണ്. നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മുടെ മറ്റുള്ള സമൂഹത്തിൽ നിന്നും വില നൽകുന്നതും ഇടത് കൈയാണ്. അതെന്താണ് ആരും പറയാത്തത്? എല്ലാം വലത് കൈ കൊണ്ട് ചെയ്യണം, ഇടത് കൈ എന്താ വേണ്ടാത്തത്? എന്തുകൊണ്ടാ? പറ. ഇടത് കൈ ഇല്ല, ഇടത് കൈ കെട്ടിയാണെങ്കിൽ താൻ കുഴപ്പത്തിലാവും. ഒരു ദിവസം അല്ല 2 ദിവസം കഴിയുമ്പോൾ താൻ ബുദ്ധിമുട്ടാവും. എങ്ങനെ ഭക്ഷണം കഴിക്കും? വലത് കൊണ്ട് കഴിക്കും. പിന്നെ വലത് കൈ കൊണ്ടല്ലേ കഴിക്കുക അല്ലേ? മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് 2 കൈ വേണം. മനസ്സിലായ? ഒരാളെ ശുദ്ധി ചെയ്യാൻ, നമുക്ക് ആഹാരം തരാനും അത് പുറത്തേക്ക് ശുദ്ധി ചെയ്യാൻ ഇടത് കൈയാണോ ഉപയോഗിക്കുന്നത്? ശുദ്ധിയെ അത് വലത് കൈ കൊണ്ടാണോ ഞാൻ? നമ്മൾ എന്നിട്ട് കളയാറുണ്ടോ ഇടത് കൈ? 2 കൈ വേണം. 2 കൈയും വേണം. അതാണ് നെഗറ്റീവ് പോസിറ്റീവ്. അതായത് നമ്മളെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എനർജി വേണം. നെഗറ്റീവ് വന്നാൽ അതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വേണം. നമുക്ക് നെഗറ്റീവ് എനർജി, അതല്ലേ ഞാൻ പറയുന്നത്. ചില ആൾക്കാർ സ്ത്രീകൾക്ക് ഇത്ര ശതമാനം, ഒരു 15% സ്ത്രീയംശം കൂടി കഴിഞ്ഞാൽ, പുരുഷന് സ്ത്രീയംശം കൂടി കഴിഞ്ഞാൽ പുരുഷൻ ഇതായിട്ട് വരികയല്ല, ട്രാൻസ്ജെൻഡർമാരായിട്ട് വരുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ അർദ്ധനാരീശ്വരനിൽ എന്ന് വ്യത്യാസപ്പെടുന്നുണ്ട്. അതായത് ചാമുണ്ടി എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലൊക്കെ അവർക്ക് നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു മൂർത്തിഭാവത്തിൻ്റെ ഒരു ചൈതന്യം അവർക്ക് കൊടുക്കുന്നത്.
ഇവിടെ കൊടുക്കാറുണ്ട്? ഇല്ല. ഇവിടെ അല്ലെങ്കിൽ തന്നെ ആൾദൈവങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൾദൈവം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നിങ്ങൾ എത്ര ആൾദൈവത്തിന് അറിയാം? ഞാനൊരു ആൾദൈവത്തിൻ്റെ അടുക്കൽ പോയായിരുന്നു. എന്നെ കാണാൻ പുള്ളി കൂട്ടിയില്ല. തിരുവനന്തപുരത്താ. പേര് പറയാൻ പറ്റുമോ? പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതായത് ഇപ്പൊ 900 ശിലാനം പുള്ളി റീലിട്ടിട്ടുണ്ട്. എന്നെ ഒന്ന് കാണാനായിട്ട് ഞാൻ രാവിലെ തലേദിവസം പോയി അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം വരെ പുള്ളി എന്നെ നേരിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പുള്ളിക്ക് പറ്റിയില്ല. പുള്ളി അകത്തുണ്ട്, പുറത്തിറങ്ങണില്ല. പക്ഷെ ഞങ്ങളുടെ ചലനങ്ങൾ വിഷ് ചെയ്യാനായിട്ട് പുള്ളിയുടെ മഠത്തിലെ ആൾക്കാർ എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അതെന്താ? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു മഠം വരുന്നുണ്ട്. വിഷ്ണുവായ മഠം, മട്ടുമ്മൽ ദേവസ്ഥാനത്തിൻ്റെ ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇവർ കാണിക്കുന്ന ചാരിറ്റി അല്ല. 10 അമ്മമാർക്ക് അഡാപ്റ്റ് ചെയ്യുക. അതായത് ആരും വേണ്ടാത്തതായിട്ടുള്ള അമ്മമാരുണ്ട്, മനസ്സിലായോ? ഉടുതുണിക്കും മറുതുണി ഇല്ലാത്തതും മക്കൾ നോക്കാത്തതുമായിട്ടുള്ള 10 അമ്മമാരെ അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഹൈടെക് ആയിട്ടുള്ള അവരെ സംരക്ഷണം, അവരുടെ അവസാനം വരെ 10 പിള്ളേരുടെ ഉന്നത പഠനപരമായിട്ടുള്ളതും അത് ആരും ഇല്ലാത്തതും അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട് ഇതായിട്ടുള്ള, അല്ലാതെ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൽ പോയി എടുക്കണമല്ല. നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു കുട്ടികളെ എടുത്ത് പഠിപ്പിച്ച് ഉന്നത പഠനപരമായിട്ട് ഇത് ചെയ്യുക. ഞാൻ പോയ മഠത്തിൽ അങ്ങനെയല്ല. അവർക്ക് 5-6 മഠമുണ്ട്. എന്നുവെച്ചാൽ ഈ മഠത്തിൽ കൊച്ചി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അപ്പുറത്തെ മഠത്തിലെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കും. അതായത് ഒരു മഠത്തിൽ തന്നെ പെറ്റു വരിക എന്നുള്ളതാണ്. അതായത് പുറം ലോകമായിട്ട് ബന്ധമില്ല. ഈ മഠത്തിലുള്ള ആൾക്കാർ തന്നെ ആ മഠത്തിലുള്ള ആളെ വിവാഹം ചെയ്ത് ഇവിടെ ജീവിക്കുന്നു. അതല്ല ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ കാര്യം പറയാനാണ് ചേട്ടൻ അവിടെ പോയത്. ഇതിന് എനിക്ക് ഒരു അവിടെ നമ്മൾ മഠത്തിന് വരികയാണെങ്കിൽ ഒരു കല്ലിടൽ ആയിട്ടുള്ള സംഭവിക്കുകയാണെങ്കിൽ ഇതേപോലെ പേര് കേട്ട ഒരാളെ നമുക്ക് കൊണ്ട് ചെയ്യിക്കാം എന്നുള്ളൊരു ഇതിലാ പോയത്. പക്ഷെ നമ്മുടെ വീട്ടിൽ വെയിൽ കെട്ടിക്കാൻ പോലും കൊള്ളിയല്ലാത്തൊരു ആളായിട്ട് എനിക്ക് അവിടെ പോയപ്പോഴാണ് അത് മനസ്സിലായത്. അതായത് കാഷായവും കളറും മാത്രമേ ഉള്ളൂ. വളരെ നീചപരമായിട്ടുള്ള അവസ്ഥ. അന്നേരം ഈ പറഞ്ഞത് ശരിയാണ്. ആൾദൈവം എന്നുള്ള പേരിൽ പൈസ ഉണ്ടാക്കുന്നതായിട്ടുണ്ട്. നമ്മൾ പൈസ അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മുടെ അടുക്കെ ബുദ്ധിമുട്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ട പ്രശ്നപരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അന്നേരം അവിടെ ചിലവുണ്ടാന്ന് ചോദിച്ചാൽ ചെറിയൊരു ചിലവുണ്ട്, അല്ലാതെ വലിയ ചിലവൊന്നുമില്ല. ഓക്കെ, ഈ കൽപ്പനയൊക്കെ നടത്തുന്നില്ലേ, ഈ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ശരിക്കും അവരിലേക്ക് ആ ഒരു ദൈവിക പരിവേഷം ഉണ്ടാവും. അവർക്ക് ഓർമ്മ ഉണ്ടായാലോ പിന്നെ. അതായത് ആ സമയത്ത് അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹം ഒഴിപ്പിക്കുന്ന സമയം വരെ അവർക്കൊന്നും അറിയാൻ പറ്റില്ല. ആര് വന്നിട്ടുണ്ട്, ആര് മുമ്പിൽ, സ്വന്തം അച്ഛനും അമ്മയും പോലും അല്ലെങ്കിൽ സ്വന്തം മക്കളെ അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ ഇതിനെപ്പറ്റി ഒരു കേസ് സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ കണ്ടതാ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മീഡിയക്കാരൻ തന്നെയാണ്. അവർ ഇതേപോലെ ഒരു വിഷ്ണുമായ ദേവസ്ഥാനത്ത് എത്തുകയും അപ്പോൾ അവിടെ പോയി അവർ ജസ്റ്റ് ഒരു കഥ ഉണ്ടാക്കുക ചെയ്തത്. അവർക്ക് റിയൽ എസ്റ്റേറ്റ് വഴി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ എല്ലാം നശിച്ചു പോയി. അപ്പോൾ വീടിന്റെ മുന്നിൽ ഒരു പാലമരം ഉണ്ടായിരുന്നു. അത് വെട്ടിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൽപ്പന പ്രകാരം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ വെട്ടിയ പാലമരത്തിന്റെ മുകളിൽ ബ്രഹ്മരക്ഷസ് ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളുടെ ഈ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ. അതായത് ഈ കൽപ്പന പ്രകാരം ഇങ്ങനെ പറയുന്നു. ഞാൻ ഒരു വിശ്വാസത്തിനും എതിരായിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ കള്ളം പറയുന്നത് മനസ്സിലാവില്ലേ അത് ദൈവത്തിന്? അത് ഈ അനുഗ്രഹപരമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇപ്പൊ ചേർത്തലയില് തന്നെ 2 മഠമുണ്ട്. 2 അല്ല, 1, 2, 3, 4 ഉണ്ട്. അതില് അനുഗ്രഹിക്കുന്നത് നമ്മുടെ മഠത്തിൽ അനുഗ്രഹിക്കുന്നുണ്ട്. അവിടെ അനുഗ്രഹിക്കുന്ന പയ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അവിടെ എടുക്കുന്ന വിഷയം അവർ പറയുന്ന വിഷയമല്ല എടുക്കുന്നത്, ഇവിടുന്ന് പറയുന്ന വിഷയം അവർ കേൾക്കുകയാണ്. അതാണ് ആ സ്ഥാനത്തിന്റെ വ്യത്യാസം. അതായത് നിങ്ങൾ ജാതകം കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പ്രശ്നമല്ല ചോദിക്കുന്നത്. നിങ്ങൾ വിഷയം ചെല്ലുന്നത് ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് എന്താ ചോദിക്കണേ? നിങ്ങൾ
പക്ഷെ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന്റെ അടുക്കല് എനിക്ക് എന്താണ് അസുഖമായിട്ട് തോന്നുന്നത്, എന്റെ ശരീരത്തിന് എന്ത് പ്രശ്നമാണോ തോന്നുന്നത്, എന്ത് ബുദ്ധിമുട്ടാണോ തോന്നുന്നത്, അത് ഞാൻ ഡോക്ടറോട് പറയുമ്പോ അതിനുള്ള മരുന്നാണ് തരുന്നത്. പക്ഷെ ഡോക്ടർ ത്രൂ ചെക്കപ്പിലൂടെയാണല്ലോ മരുന്ന് ആണല്ലോ. മട്ടുമ്മൽ ദേവസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഒരാള് വന്നാൽ അവരുടെ ജാതകം ചോദിക്കാറില്ല, അവരുടെ നക്ഷത്രം ചോദിക്കാറില്ല, അവരേത് ജാതിയാണെന്ന് ചോദിക്കാറില്ല. അവരുടെ വിഷയം അങ്ങാട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ അവിടെ വന്നാൽ എനിക്ക് എന്താണോ പ്രശ്നം എന്നോട് ഇങ്ങോട്ടേക്ക് പറയുന്നു. ഞാൻ നേരത്തെ ഞാൻ പറയണ കേക്ക്. ഈ ചോദിച്ച് അതിനകത്ത് വരുന്നു. ഇപ്പൊ ഒരു പ്രേതബാധ വിഷയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഷയം ഉണ്ടെങ്കിലോ അവിടുന്ന് നമ്മൾ അവരെ തെളിയിച്ചു കൊടുക്കുകയാണ്. പ്രേതബാധേനെ അവരെ മുമ്പിൽ വെച്ച് അവരുടെ റിലേറ്റീവുടെ മുമ്പിൽ വെച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അതിൻ്റെ കുറിച്ച് ഒഴിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഒഴിവ് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രേതബാധ ഒഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ട പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ സിമ്പിളാണ് ഒഴിവ്. അതായത് ഭയങ്കര ഭീകരപരമായിട്ടുള്ള പൂജയും കാര്യങ്ങളും അതൊന്നുമില്ല. ഇവിടെ മന്ത്രോച്ചാരണമൊന്നുമില്ല, ഇത് തന്ത്രമാണ്. എന്റെ മറുപടി എനിക്ക് കിട്ടിയില്ല. അതെന്തുകൊണ്ടാ കള്ളം പറയുന്നത്? എന്തുകൊണ്ടാ മനസ്സിലാവും? കള്ളം പറയുന്നത് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിട്ട്, അതല്ലാതെ ഞാനെന്നാ പറഞ്ഞു. നിങ്ങൾ ഒരു പാട്ടിൽ ചെന്നിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കൂ. ആനയും അമ്പാടിയുള്ള പാട്ടിൽ ചെന്നിട്ട് അവർ പറയണത് നിങ്ങൾ അക്ഷരം പ്രതിപാലിക്കും. ഒരു കുഞ്ഞു കാവിൽ നിന്ന് ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു 3 വയസ്സുള്ളൊരു കൊച്ചു അല്ലെങ്കിൽ 5 വയസ്സുള്ളൊരു കൊച്ചു പറയുന്നത് ആൻറ്റി അതിലേ പോകരുത്, കുഴപ്പമാണ്, അവിടെ ഒരു കുഴിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല. സത്യം കാര്യം മനസ്സിലായേ? സത്യം വിളിച്ചു പറയുന്ന സ്ഥലം വളരെ ചുരുക്കമുള്ള സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തിരിച്ചറിയാത്തതിൻ്റെയാണ് ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന. ഫേക്കിംഗ് ആയിട്ട് അനുഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്, എനിക്കറിയാം. ഇപ്പൊ ചേട്ടൻ്റെ അവിടെ അവിടെ അനുഗ്രഹിക്കുന്നത് ഫേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കർപ്പൂരം കത്തിച്ച് കയ്യെ വെക്കും. ഇല്ല, കള്ളം പറഞ്ഞാൽ മനസ്സിലാവും. കള്ളം പറഞ്ഞാൽ മനസ്സിലാക്കി എഴുന്നേറ്റ് പോകാൻ പറയും. അവിടെ നിന്ന് ചൂരിന്റെ അടുത്ത് നല്ല അടിയും വെച്ച് കൊടുക്കും ഞാൻ. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അനുഗ്രഹം കള്ളത്തരം കാണിക്കണമെങ്കിൽ അപ്പം പൊക്കും. അവിടെ കള്ളത്തരം, അതായത് ഒറിജിനൽ അനുഗ്രഹപരമായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മഠാധിപതിക്ക് അറിയാൻ പറ്റും. കള്ളത്തരം കാണിക്കണവനെ അവിടെ നിർത്താറില്ല, മഠത്തിൽ നിർത്തിയല്ലേ. നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ, ശരിയുണ്ടോ, നിങ്ങൾക്ക് രക്ഷപ്പെടണോ, ഞാൻ അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കും. അത് വേറൊരു കേസ്. അത് മുമ്പിൽ നിൽക്കുന്ന എന്ത് വലിയ അമ്മമാരാണെങ്കിലും ഞാൻ നോക്കാറില്ല, അവരെ രക്ഷപ്പെടുത്തി കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് ധനത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ആ ഒരാളുടെ സങ്കടം മാറ്റി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടൻ കൈവിഷം ചെയ്യോ? കൈവിഷം മാറ്റി കൊടുക്കാറുണ്ട്. കൈവിഷം മാറ്റി കൊടുക്കല്ല, കൈവിഷം ചെയ്യോ? കൈവിഷം മാറ്റി കൊടുക്കാറുണ്ട്. മാറ്റി കൊടുക്കണമെങ്കിൽ ഒരാൾ കൈവിഷം കൊടുക്കണല്ലോ. ഏത് കൊടുത്ത് മേടിച്ചിട്ട് വന്നവരുടെ മാറ്റി കൊടുക്കാറ്. അതെ, അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരെ അറിയോ? ഒത്തിരി പേരറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കാര്യം, ഇപ്പൊ കൈവശം കൊടുക്കുന്ന കൂടോത്രം ചെയ്യുന്നതായിട്ടുള്ള തൈക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്, അറിയാൻ പറ്റും. തൈക്കൽ തീരസംഘം എന്ന് പറയുന്ന തൈക്കലാണ് കടപ്പുറത്ത് തീരസംഘം ഒക്കെ വിഷയങ്ങളുണ്ടായ 2001 എനിക്ക് തോന്നുന്നു വിഷയം ഉണ്ടായ സ്ഥലം തൈക്കൽ. ഈ തൈക്കൽ നാട്ടില് മിക്കവരുടെ വീടിന്റെ വാതിക്കലും വന്നു കഴിഞ്ഞാൽ മിക്കവരും ദാരിദ്ര്യത്തിലാണ് പോകണം. ഒരുമാതിരിപ്പെട്ടവനോ ഇച്ചിരി അങ്ങനെ മിഡിൽ ക്ലാസ്സിലേക്ക് കയറി അവന് ശത്രുത കൂടിയാണ്. അതായത് മിഡിൽ ക്ലാസ്, അതായത് അവനൊരു കാർ മേടിക്കുക അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിക്കുക, അല്ലെങ്കിൽ അവൻ സമയത്ത് 2 നേരം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഉടനെ അവിടെ അവന് ശത്രുഭാവം തുടങ്ങി. നേരെ ഏതെങ്കിലും പള്ളിയില എവിടെയെങ്കിലും പോയി തകിട് എഴുതി കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ കുഴിച്ചിട്ട് അവന് നെഗറ്റീവ് എനർജി കൊടുത്ത് അവൻ്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അവിടെ വരും. ഇതൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊടുക്കുമോ? ഒരു ഭരണി നിറച്ച് ഞാൻ ഇതേപോലെ ആഭിചാര തകിട് എഴുതി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. അന്നേരം ഇത് എഴുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതെ, ഇത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അതാ അറിയേണ്ടത്, ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തില് ഇതുവരെ അതായത് അന്ധവിശ്വാസ നിർമാർജന നിയമം എന്ന് പറഞ്ഞൊരു നിയമം വന്നിട്ടില്ല. പക്ഷെ IPC സെക്ഷൻ അനുസരിച്ച് ഇങ്ങനെയുള്ള നരഹത്യ പോലുള്ള പല കാര്യങ്ങൾക്കും ശിക്ഷാവിധികളുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആണല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ
ഈ പരിഹാരം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് കാണാം അല്ലെ, ശത്രു സംഹാരത്തിനായിക്കോട്ടെ അങ്ങനെയുള്ള ബോർഡുകൾ കാണാം. പക്ഷെ ഇങ്ങനെ കൈവിഷം ഇവിടെ ഇന്ന വ്യക്തി കൈവിഷം ചെയ്ത് കൊടുക്കപ്പെടും അങ്ങനെയുള്ള ഒരു ബോർഡ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കൈവശം എന്ന് പറയുന്ന ഇവിടെ കൈവിഷം ചെയ്ത് കൊടുക്കപ്പെടും. നിങ്ങൾ വടക്കോട്ടി എന്ന് നോക്കിയേ, അവിടെ ഉണ്ടോ? തൃശ്ശൂർ ഭാഗത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കൈവിഷം ചെയ്ത് കൊടുക്കും. കൈവശപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. അത് ഒരിക്കലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പരിഹാരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മദ്യം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു മദ്യം എന്ന് പറയുന്ന കുപ്പിയുടെ പുറത്ത് മദ്യം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നത് സംഭവിക്കും ഇന്നത് പോലെ വരും എന്ന് അതും എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? അതായത് അത് കഴിച്ച പാരസെറ്റാമോൾ എന്ന് പറയുന്ന ഗുളികയിൽ അത് പനി മാറും എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല.